ശ്രീ ഹർഷൻ കേസിനെ സംബന്ധിച്ച് ഉന്നയിച്ച വിഷയങ്ങളിലേക്ക് ഞാൻ വരാം. ഒരു സംശയവും വേണ്ട. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കേസിൽ ബോധപൂർവമല്ലാത്ത നരഹത്യയ്ക്ക് മാനേജ്മെന്റ് പ്രതിനിധികൾക്കെതിരെ കേസെടുക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകും. ഞാൻ മുൻപ് പല ചർച്ചകളിലും വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഞങ്ങൾ സ്വാശ്രയ മേഖലയിൽ സമരം തുടങ്ങുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയിട്ടല്ല ഞങ്ങൾ സമരത്തിനിറങ്ങിയത്. ആദ്യം സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷ മാറ്റിവെക്കൽ മുതലുള്ള സമരങ്ങളുടെ കാലഗതി പരിശോധിച്ചാൽ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ തന്നെയായിരുന്നു ആ സമരത്തെ ചാമ്യം ചെയ്തുകൊണ്ട് മുന്നിലുന്നത്. പിന്നെ ഇവിടെ രോഹിത് SFIയുടെ റോളിനെ സംബന്ധിച്ച് മാനേജ്മെന്റിൽ നിന്ന് ലഭിച്ച ഉറപ്പിനെ സംബന്ധിച്ചൊക്കെ വല്ലാതെ വർത്താനം പറയുമ്പോൾ രോഹിത് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ശ്രീ ഹർഷൻ നിങ്ങൾ ചർച്ച ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്. ഈ തൃത്താലയുടെ മെമ്പറായിട്ടുള്ള ശ്രീ VT ബൽറാം കുറച്ച് നാൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തൊരു നിരാഹാര സമരം അവിടെ ഇവർ ആരംഭിച്ചിരുന്നു. ഒന്നും രണ്ട് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമരം ഇപ്പൊ എന്ത് ചെയ്യും? ആ KSUവിന്റെ സമരപ്പന്തൽ നിങ്ങളുടെ മാതൃഭൂമിയുടെ റിപ്പോർട്ടർക്ക് ഇന്ന് നെഹ്റു കോളേജിന്റെ വാതൊക്കെ ചെന്നാൽ കാണാൻ വേണ്ടി കഴിയുമായിരുന്നോ? 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ സമരം അവസാനിപ്പിച്ചു പോയി. എന്നിട്ടാ ഈ ചാനൽ മുറിയിൽ വന്നെടുത്തിട്ട് മാനേജ്മെന്റിന് വലിയ വർത്താനം പറയുന്നതാ. ആദ്യം പോയി ഒരു സമരം ഏറ്റെടുത്താൽ ആ 10 വിദ്യാർത്ഥികൾ അണിനിരത്തി ആ സമരം വിജയിപ്പിക്കാനുള്ള രാഷ്ട്രീയ പാഠം ആദ്യം പഠിച്ചിട്ട് വാ. എന്നിട്ട് മതി SFIക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നതാ. ഞങ്ങൾ ഇന്ന് ചെയ്തത് മാതൃഭൂമിയിൽ തന്നെ കുറച്ചു മുമ്പ് ലൈവായി കാണിച്ചു. ശ്രീ കൃഷ്ണദാസ് എന്ന് പറയുന്ന ആ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ധനാധപനായ മനുഷ്യൻ അദ്ദേഹം വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു രഹസ്യ യോഗത്തിലിരിക്കുമ്പോൾ ആ രഹസ്യ യോഗത്തിലേക്ക് കടന്നു കയറി അയാളെ എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ വെച്ച് ഉപരോധിച്ചിട്ടാണ് തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുമെന്നും സബ് കളക്ടറുടെയും പോലീസ് അധികാരികളുടെയും സാന്നിധ്യത്തിൽ വിദ്യാർത്ഥി സംഘടനകളെ വിളിച്ച് ചർച്ച ചെയ്യാമെന്നും ഏറ്റവും അടുത്ത ദിവസം തന്നെ പാമ്പാടി നെഹ്റു കോളേജിലും ലക്കടി ക്യാമ്പസിലും ക്ലാസ് തുടങ്ങാനുള്ള ഏർപ്പാട് ഒരുക്കാമെന്ന് മാധ്യമങ്ങളുടെ കൂടെ മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. പിന്നെ ലോ അക്കാദമി മാനേജ്മെന്റിന് മുമ്പിൽ നിന്ന് ലഭിച്ച ഉറപ്പ് പോലെയാണെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ച അതേ ഉറപ്പിന്റെ ചുവട്ടിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒപ്പുകൂടിയിട്ട് സമരം അവസാനിപ്പിച്ചിട്ട് ഇവിടെ വന്ന് വലിയ ഗീർവാണം മുഴക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. രോഹിത് സമരം ഏറ്റെടുത്താൽ അതെങ്ങനെ വിജയിപ്പിക്കണമെന്നും